ബിജെപി നേതാവും തീവ്ര ഹിന്ദുത്വ നിലപാടുകളുടെ വക്താവുമായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നു. കെ മുരളീധരനും എം ഹസനും ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളുടെ എതിർപ്പ് തള്ളിയാണ് വി.ഡി. സതീശൻ കോക്കസ് സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിൽ അംഗത്വം നൽകിയത്. വിഷയത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കും കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് സൂചന. ഏറ്റവും പ്രധാനം ബിജെപിയിലായിരുന്നപ്പോൾ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ സ്വീകരിച്ച ഗാന്ധിയെ തള്ളിപ്പറഞ്ഞ സന്ദീപ് വാര്യർ ഈ നിലപാടുകളൊന്നും തിരുത്താതെ കോൺഗ്രസിലേക്ക് വരാൻ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ അവസരമൊരുക്കി എന്നുള്ളതാണ്. നൃപൻ ചക്രവർത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, RSSന്റെ വർഗീയ വിഷം ചീറ്റുന്ന നിലപാട് തുടർച്ചയായി കേരള രാഷ്ട്രീയത്തിൽ തുടരുന്ന സന്ദീപ് വാര്യർ എന്ന BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗത്തെ ഷാൾ അണിയിച്ച് കോൺഗ്രസിലേക്ക് എത്തിച്ചതാണ് ഇന്നത്തെ പാലക്കാട് രാഷ്ട്രീയം ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത എന്ന് തന്നെ പറയേണ്ടി വരും. അപ്രതീക്ഷിതമായി UDFന്റെ നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസിലേക്ക് സന്ദീപ് വാര്യർ പത്രസമ്മേളനം നടത്തുമ്പോഴേക്കും UDF നേതാക്കൾ കൊണ്ടുവരുന്നു. പ്രതിപക്ഷ നേതാവ് V.D. സതീശനും ഒപ്പം തന്നെ KPCC പ്രസിഡന്റ് K. സുധാകരനും ചേർന്ന് ഷാൾ അണിയിച്ച് സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് സ്വീകരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് പാലക്കാട് രാഷ്ട്രീയം കണ്ടത്. ഞാൻ ഇന്ന് ഈ നിമിഷം കോൺഗ്രസിന്റെ ആഫീസിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിന്റെയും സാന്നിധ്യത്തിൽ ഈ ത്രിവർണ്ണ ഷാൾ അണിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി K. സുരേന്ദ്രനും സംഘവുമാണ്. വലിയ തരത്തിൽ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കാൻ കഴിയും സന്ദീപ് വാര്യരെ കൊണ്ട് എന്ന നിഗമനത്തിലാണ് V.D. സതീശൻ കോക്കസ്. ഷാഫി പറമ്പിലും V.D. സതീശനും രാഹുൽ മാങ്കൂട്ടവും നേതൃത്വം വഹിക്കുന്ന കോക്കസ് ഇത്തരത്തിലൊരു നിലപാടിലെത്തിയത്. പക്ഷേ സന്ദീപ് വാര്യർ വന്നതോടുകൂടി തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ പ്രതിഷേധത്തിലാണ്. പ്രത്യേകിച്ച് K. മുരളീധരൻ, മുൻ KPCC പ്രസിഡന്റായിട്ടുള്ള K. മുരളീധരൻ പരസ്യമായി തന്നെ ആ നിലപാട് പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തി. അദ്ദേഹം പഴയൊരു സിനിമാ പാട്ട് ഉടൻ തന്നെ ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞുടൻ തന്നെ പരിഹാസത്തോടുകൂടി ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം സന്ദീപ് വാര്യരുടെ ഈ കോൺഗ്രസ് പ്രവേശനത്തെ എതിർത്തുകൊണ്ട് അദ്ദേഹം പരിഹസിച്ചുകൊണ്ട് പ്രതികരിക്കുകയും ചെയ്തു. ഈ സ്നേഹത്തിന്റെ കടയിലെ മെമ്പർഷിപ്പ് എന്നും നിലനിൽക്കണം, അല്ലാതെ ഇനിയിപ്പോ അസംബ്ലി ഇലക്ഷനൊക്കെ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും വെറുപ്പിന്റെ കടയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പോകരുത്. K. മുരളീധരൻ മാത്രമല്ല, മുതിർന്ന AICC അംഗമായിട്ടുള്ള രമേശ് ചെന്നിത്തല, UDFന്റെ കൺവീനർ M. ഹസൻ ഒക്കെ തന്നെ നേരത്തെ ഇക്കാര്യത്തിൽ നീരസത്തിൽ ആണ്. ഹസൻ നേരത്തെ തന്നെ സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുമോ എന്ന ചോദ്യത്തിൽ ഒരിക്കലും കോൺഗ്രസിലേക്ക് സ്വീകരിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. നേരത്തെ മുരളീധരൻ ഇതേ അഭിപ്രായം പറഞ്ഞതാണ്. മുൻ KPCC അധ്യക്ഷന്മാരായിട്ടുള്ള VM സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒക്കെ ഇക്കാര്യത്തിൽ കടുത്ത പ്രതിഷേധമുണ്ട് എന്നാണ് സൂചന. കാരണം ഈ കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന ഒരു മതവിഭാഗത്തെ ബോധപൂർവം തന്നെ പ്രത്യേക രീതിയിലേക്ക് ആക്രമിച്ച് കീഴ്പ്പെടുത്തണമെന്നടക്കം സോഷ്യൽ മീഡിയയിൽ വർഗീയ പരാമർശം നടത്തിയ സന്ദീപ് വാര്യർ പോലെയുള്ള ഒരു RSSന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ രണ്ട് കൈയും നീട്ടി ഈ ഒരു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കിടക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് എങ്ങനെ സ്വീകരിച്ചു എന്ന ചോദ്യമായിരിക്കും വരും ദിവസം. ഇനി 4 ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പിന് ബാക്കിയുള്ളത്. അത് ചർച്ചയും തന്നെ ചെയ്യും. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ജനാധിപത്യ വിശ്വാസികളായ മതേതര വിശ്വാസികളായ കോൺഗ്രസ് അണികൾക്കും ഇത് എത്ര കൊണ്ട് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയും എന്നാണ് ചോദ്യം. CPIM ഇടതുപക്ഷവും ഇത് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. BJPയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തൽ സന്ദീപ് വാര്യർ വരും ദിവസങ്ങളിൽ നടത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വരുന്ന 4 ദിവസക്കാലം ചർച്ച ചെയ്യുന്ന തരത്തിലേക്കുള്ള പ്രധാനപ്പെട്ട വർഗീയ രാഷ്ട്രീയത്തിന് കൂടുതൽ മേക്കൈ നൽകുന്ന തരത്തിലേക്ക് കോൺഗ്രസ് ഈ നിലപാട് സ്വീകരിച്ചു എന്നത് പ്രത്യേകിച്ച് പാലക്കാടിലെ വോട്ടർമാരുടെ സ്വാധീനിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അത് ചർച്ച ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇത് ചർച്ചയാകും എന്ന സൂചനകൾ കൂടിയാണ് ഇന്ന് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് നാം വായിച്ചെടുക്കേണ്ടത്. അസിത, നൃപൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത്.